കർക്കിടക മാസം രാമായണ മാസമാണല്ലോ. ഈ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ഞങ്ങളും നാലമ്പല ദർശനം നടത്തി. അത് നമ്മുടെ കണ്ണൂരിലെ നാലമ്പല ദർശനം. ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഒരു 2 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് ഇതുപോലെ നാലമ്പല ദർശനത്തിൽ നമ്മൾ വന്നത്. ഈ നാലമ്പല ദർശനം നടത്താൻ ഓരോ ക്രമമൊക്കെ ഉണ്ട്. ആദ്യം പോകേണ്ട അമ്പലം, രണ്ടാമത് പോകേണ്ടത് അമ്പലം, അങ്ങനെ ഓരോന്നും. പക്ഷെ ഞങ്ങൾ ആ ഒരു ക്രമത്തിലല്ല പോയത്. ആദ്യം പോയത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. മാരീചനെ കൊന്ന ഉഗ്രരൂപിയായ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ അമ്പലത്തിലെ കുളമാണിത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ചെറിയൊരു കുളമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുളമായിരുന്നു. അവിടെ തൊഴുതതിനു ശേഷം രണ്ടാമത് നമ്മൾ പോയത് ഉരുവച്ചാലിലെ പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രത്തിലാണ്. ലക്ഷ്മണ പ്രതിഷ്ഠയാണ് ഇവിടെ. മീനൂട്ട് ഇവിടെ പ്രസിദ്ധമാണ്. വളരെ വലിയൊരു കുളമാണ് ഈ അമ്പലത്തിൽ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മീനിന് അരിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പോയി. എല്ലാ അമ്പലത്തിൽ നിന്നും രാവിലത്തെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. അതും കഴിഞ്ഞ് പിന്നീട് പോയത് എളയാവൂർ ഭരതക്ഷേത്രത്തിലാണ്. പിന്നീട് നാലാമതായി പോയത് പായം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ശത്രുഘ്ന സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ചക്രസമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അതുകൊണ്ട് നമ്മൾ ആ വഴിപാടൊക്കെ കഴിച്ചു. അമ്പലത്തിൽ കയറി തൊഴുതു വന്നതിന് ശേഷം ഉച്ചഭക്ഷണം കഴിച്ചു. ഈ അമ്പലത്തിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. കഞ്ഞിയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യല്. നാലമ്പല ദർശനത്തില് 4ാമത് വരേണ്ട, ഏറ്റവും ലാസ്റ്റ് വരേണ്ട അമ്പലമാണ് പായം ശ്രീ മഹാവിഷ്ണു.